പുഷ്പം പോലെ പ്രസവിക്കുന്ന ചേട്ടൻ ഒരു പണി കിട്ടിയിട്ടുണ്ട് നോക്കിയിട്ട്. ഈ നാടകമൊന്നും കാണാതെ പുഷ്പം പോലെ ഒരെണ്ണത്തിനെ പെറ്റ് കാണിച്ചു കൊടുക്കായിരുന്നു. ഇതൊക്കെ കേട്ട് തലപ്രാന്ത് പിടിക്കണതിനേക്കാളും എന്തായാലും എളുപ്പമായിരിക്കും പ്രസവിക്കണത്. ആഹാരത്തിന് മുമ്പിരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ ആഹാരം ഇറങ്ങും ഇവിടെ മനുഷ്യന്? ഒന്നും ഉണ്ടാക്കി വെക്കുകയില്ല, വാങ്ങിച്ചോണ്ട് പറഞ്ഞ് കഴിക്കാൻ ആശ. ഇന്ന് ക്ഷീണം തന്നെ, അത് ചെറിയൊരു തലയിറക്കം പോലെ. എടി എപ്പോഴും കയറി ഇങ്ങനെ ഒരേ കിട കിടന്നു കഴിഞ്ഞാൽ തലയിറങ്ങും പോലെയൊക്കെ തോന്നും. നീ ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ലീവ് എടുത്ത് ഉള്ള ലീവിനെ മൊത്തം തീർക്കല്ലേ. എൻ്റെ പാടി എന്ത് പറ്റി, പേടിച്ചു പോയാ? എന്നാലും ഇത് എങ്ങനെയടി? പ്രസവിക്കാൻ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പുഷ്പം പോലെ പെറ്റ് കാണിക്കുമെന്ന് ആ പ്രാർത്ഥന വലിച്ച് ചെല്ലി വേഗം പോയി പുഷ്പം പോലെ പ്രസവിച്ചിട്ട് ഓടിവാ. കൊച്ചു ചവിട്ടിയടി. ഈ അവസ്ഥയിൽ ഇനി ഓഫീസിലൊന്നും പോകാൻ നിൽക്കണ്ട, വിളിച്ച് ലീവ് പറഞ്ഞോ. പോടി അവിടുന്ന്. എന്തോ ഒരു മരമായ സംഭവിച്ചു കൊച്ചിൻ്റെ വയറ്റിലായെന്ന് പറഞ്ഞിട്ട് ഓഫീസിലൊന്നും ഞാൻ പോയിരിക്കില്ല. ഈ കഷ്ടപ്പാടൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾക്കാണ്. ഞങ്ങൾ ആണുങ്ങൾ ഇത് പുഷ്പം പുഷ്പം പോലെ ഡീൽ ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. അയ്യോ, ഇതെന്തായാലും ഫുഡിൻ്റെ മണം അടിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കണേ. അവരൊന്ന് മാറ്റിയില്ലെങ്കിൽ ഇനി മാള് വയ്ക്കും. അത് കുഴപ്പമില്ല, ചില ഫുഡിന്റെ സ്മെല്ലൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ കഞ്ഞി ഉണ്ടാക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, കഞ്ഞിയും കറിയും വെച്ച് കളിച്ചോണ്ടിരിക്കാൻ സമയമൊന്നുമില്ല. ഞാൻ ഓഫീസിൽ പോയി ക്യാൻറ്റീനിൽ നിന്ന് വല്ലതും കഴിച്ചോളാം. ഈ ക്യാൻറ്റീനിലുള്ള ഫുഡ് അങ്ങ് ഒഴിവാക്കിയേ, ഹെൽത്തൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഈ പണ്ടത്തെ പോലെ പഠിച്ച് ഒരുപാട് ഉപദേശം നമുക്കറിയാം. അമ്മ അടുത്ത മാസം വരുന്നവരെ സ്ത്രീ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതാ. പക്ഷെ ഞാൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സ്ത്രീ ഒറ്റയ്ക്കാവില്ലേ, അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ. നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഉടനെ വരൂലേ? അമ്മയും അമ്മൂമ്മയൊക്കെ വീട്ടിലെ സകല ജോലിയും ചെയ്ത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി 3-4 ഒക്കെ പ്രസവം മാനേജ് ചെയ്ത ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ സ്ത്രീക്കൊക്കെ ഇത് നിസ്സാരമാണെന്നാ പറയുന്നത്. മതി 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 മതി, അമ്മ ഇപ്പൊ എന്തായാലും വന്നല്ലേ അല്ലേ. ഇനി തൊട്ട് നീ ലീവ് ക്യാൻസൽ ആക്കി നാളെ തൊട്ട് ജോലിക്ക് വെക്കും. എന്റെ കാര്യമൊക്കെ അമ്മ നോക്കിക്കോളും കേട്ടോ.